ഞാൻ ഇന്ന് സംസാരിക്കുന്ന സുജൂദിനെ കുറിച്ച് പറയാം കേട്ടോ. സുജൂദിനെ സ്നേഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അതെ, അള്ളാഹുവിൻ്റെ അടുത്തിരിക്കുന്ന സമയം അത്ര പ്രഷ്യസ് ആണെന്ന് വിചാരിക്കുകയും വീണ്ടും വീണ്ടും അമലുകൾ ചെയ്യണമെന്ന് വിചാരിക്കുകയും വീണ്ടും വീണ്ടും നമസ്കരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ സുജൂദിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? സൂപ്പറാണ്. അതെ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ദുനിയാവിൽ അത് നിൻ്റെ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണത്രേ. അപ്പോഴും ആദം നബി ചോദിച്ചു, ആദം നബിയുടെയൊക്കെ തൗബ അള്ളാഹു സ്വീകരിച്ചതെന്ന് പറയുന്നത് മക്കയിൽ പോയിട്ടാണ്. നമുക്ക് അപ്പോഴും അള്ളാഹു അവിടെ ഒരു കരുണ നമ്മളോട് കാണിച്ചു. ആ കരുണ എന്ന് പറയുന്നത് നമ്മളെ മുത്ത് നബി കാരണം നമുക്ക് കിട്ടിയതാണ്. നമ്മൾ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തായത് കൊണ്ട് മാത്രം നമുക്കൊരു ഇളവ് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ ഇളവെന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രഷ്യസ് ആയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്താണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തായതുകൊണ്ട് തന്നെ നമ്മൾ തൗബാക്കി എവിടെ ഇരുന്നാലും ഇജാബത്തുണ്ട്. നമ്മൾ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിൽ എത്തണമെന്നില്ല, മദീനയിൽ എത്തണമെന്നില്ല, നമ്മൾ ഫലസ്തീനിൽ എത്തണമെന്നില്ല. നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊരു മുസല്ല വിരിച്ച്, ഒരു ചെറിയൊരു റൂമാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു മുസല്ല വിരിച്ച് അവിടെ സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ദുആക്ക് ഉത്തരമുണ്ട്. പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം അത് സുജൂദാണ്. സോ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ സുജൂദിനെ സ്നേഹിച്ചുകൊണ്ട് ദുആ ചെയ്യും. ആ ദുആക്ക് ഇജാബത്തുണ്ട്. അള്ളാഹു അത് സ്വീകരിക്കും. ചിലർ പറയും എൻ്റെ ദുആ പെട്ടെന്നൊന്നും സ്വീകരിച്ചിട്ടില്ല, ഞാൻ ദുആ ചെയ്ത് പക്ഷെ പെട്ടെന്നൊന്നും കിട്ടിയില്ല പറയും. ചില ദുആകൾ അള്ളാഹു നമുക്ക് ദുനിയാവിൽ തരും, ചിലത് ആഖിറത്തിലോട്ട് മാറ്റി വയ്ക്കും. സോ നമ്മൾ മരിച്ച് മുകളിൽ മശറയിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ചില കാര്യങ്ങൾ അള്ളാഹു അങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ തോന്നും പടച്ചോൻ എനിക്ക് ദുനിയാവിലൊന്നും വേണ്ടായിരുന്നു, എല്ലാം ഇങ്ങോട്ട് കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കും. അതാണ്, ചില കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് ദുനിയാവിൽ വെച്ച് തന്നെ തരും. ചില കാര്യങ്ങൾ അള്ളാഹു നമുക്ക് അവൻ്റെ അടുത്ത് പോയതിന് ശേഷം തരും. സോ നമ്മൾ ദിനം ചോദിക്കുന്ന ഒരു കാര്യം അള്ളാഹു എന്തായാലും തട്ടിക്കളയിൽ. അള്ളാഹു അത്രയും കാരുണ്യവനാണ്. നമ്മളെ കൽബിനെ കണ്ടവനും മനസ്സിലാക്കിയവനും അവനെ പോലെ ദുനിയാവിൽ വേറെ ആർക്കും പറ്റില്ല. നമ്മളെ മനസ്സിലാക്കുന്നു